നടൻ സലിം കുമാറിന്റെ ചെറിയൊരു പരാമർശം ഇപ്പോൾ വിവാദമായി മാറുകയാണ്. ഈ ഒരു പരാമർശം കേരളത്തിലെ പെൺകുട്ടികളെ പറ്റിയാണ്. അതും കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംസ്കാരമില്ല എന്നുള്ള രീതിയിലാണ് സലിം കുമാർ സംസാരിച്ചത്. അത് തന്നെയാണ് ഇത്രയും അങ്ങ് ഈ ഒരു വിഷയം കത്തിക്കയറിയതും. യുവതലമുറയിലെ പെൺകുട്ടികളെ കുറിച്ച് സലിം കുമാർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ വിവാദ പരാമർശമായി മാറുന്നത്. കേരളത്തിലുള്ള പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ച് നടക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാകില്ല എന്നും എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്, ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, മാത്രമല്ല കേരളത്തോട് പരമപുച്ഛമാണ്, ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നാണ് സലിം കുമാർ പറഞ്ഞത്. ഈ ഒരു പരാമർശം ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നുണ്ട്. സലിം കുമാറിന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് ധാരാളം പേരെത്തുകയാണ്. ഇത് സത്യമാണ്, 100% യോജിക്കുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട്. സലിം കുമാർ പറഞ്ഞത് സത്യമായ കാഴ്ചകൾ, പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ കാഴ്ച സ്ഥിരമാണ്, എപ്പോഴും ഫോണിൽ തന്നെയാണ്. രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് റോഡിൽ കൂടി നടന്നു നോക്കിയാൽ 15ഉം 19ഉം വയസ്സൊക്കെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും കളിയാക്കും. അവസാനം ഈ കൊച്ചു പിള്ളേരൊക്കെ വല്ല കഞ്ചാവിന്റെ അടിമയായ അവന്റെ കൂടെയൊക്കെ കാണുമെന്നിങ്ങനെയൊക്കെയാണ് ചില കമന്റുകൾ. എന്നാൽ പക്ഷേ സലിം കുമാറിന്റെ ഈ പ്രസ്താവനയ്ക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയെടുക്കുന്നു. സലിം കുമാറിന്റെ പ്രസ്താവനയെ കടന്നാക്രമിക്കുക തന്നെയാണ് ഈ ഒരു കുറിപ്പ്. ഇതൊക്കെ ഒരുതരം സിൻഡ്രോമാണെന്നാണ് കുറിപ്പിൽ കൂടി പറയുന്നത്. ഒരു പബ്ലിക് ഫിഗർ എന്നതിനുപരി ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാത്ത, അതിന് തക്ക അറിവുമില്ലാത്ത, എന്നാൽ വിളിച്ചാൽ വരുമെന്നതുകൊണ്ട് വിളിച്ചതല്ലേ എന്ന് കരുതി വായിൽ തോന്നിയതൊക്കെ അങ്ങ് പറഞ്ഞു വെക്കുക എന്ന ഒരു പതിവ് പല നടന്മാർക്കും ഉണ്ടെന്നാണ് ഈ ഒരു കുറിപ്പിലൂടെ ആദ്യം തന്നെ പറയുന്നത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പെൺകുട്ടികൾ നടക്കുന്നു എന്നതാണ് സലിം കുമാർ ഈ ആഴ്ച കണ്ട പാതകമായ കാര്യം. ഇതൊക്കെ ഒരുതരം സിൻഡ്രോമാണ്. ഈ വാർത്തയ്ക്കൊക്കെ അടിയിലുള്ള കമന്റ് വായിച്ചാൽ മതി ആരെയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും. പിള്ളേരെല്ലാം നശിച്ച് അമ്മാവന്മാരും അമ്മായിമാരുമാണ് ലോകമെന്ന് താങ്ങിപ്പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നും കമന്റ്സ് ഒക്കെ കണ്ടാൽ. തന്റെ പറമ്പിലെ വേസ്റ്റ് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് പഠിച്ച ആളുകൾ 50 രൂപ കൊടുത്ത് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വന്നപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോഴുമുള്ള ആവേശം കാണണം. അവരൊക്കെ എന്തോ പൊറുക്കുവാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന തരത്തിലാണ് കമന്റുകൾ മൊത്തം. പക്ഷേ അവരെ കുറിച്ചൊന്നും ആർക്കുമൊന്നും പറയാനില്ല. പെണ്ണുങ്ങൾ ഫോൺ വിളിച്ച് റോഡിൽ കൂടെ നടക്കുന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ആണുങ്ങൾ വിളിച്ചാൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നു, അതാണല്ലോ പെണ്ണുങ്ങളെന്ന് എടുത്തു പറഞ്ഞെന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു കുറിപ്പിലൂടെ. മൈക്ക് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കിയില്ല എങ്കിൽ എന്തോ ഒരു വിമ്മുട്ടം തോന്നുന്ന ആളാണിപ്പോൾ സലിം കുമാർ. സിനിമയൊക്കെ കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് ലൈം ലൈറ്റിൽ വന്ന് ഒരു സുഖം കണ്ടെത്താമുള്ള പ്രശ്നമാകും 50 വയസ്സായപ്പോഴേക്കും ഇങ്ങനെയൊരു സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞെന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈ ഒരു കുറിപ്പിൽ. പെൺപിള്ളേരുടെ കമന്റുകളൊക്കെ വളരെ കുറവാണ്. കാരണം അവർ അത്യാവശ്യം ഫോൺ വിളിച്ച് അവരുടെ പാട് നോക്കി ജീവിക്കുകയാകും. സോഷ്യൽ മീഡിയ തന്നെ തുറന്നു നോക്കിയാൽ കമന്റ് ബോക്സിലൊന്നും ചെറുപ്പക്കാരായ പെൺകുട്ടികളൊന്നും കാണില്ല. പക്ഷെ അവരെ കുറ്റം പറയുന്ന പ്രായമായവർ ഇഷ്ടം പോലെ കാണും. അവരൊക്കെ മൊബൈൽ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിഹാസ്യ രൂപേണയുള്ള കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.